ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ചൂട് പാലെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 4 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. മധുരമൊക്കെ അവരുടെ ആവശ്യത്തിന് എടുക്കാം. മധുരമുള്ളതാണിത്, ഒരു ബന്ന്. ഇതിലോട്ട് നമുക്ക് 1 സ്പൂണ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഈസ്റ്റും കൂടെ ചേർത്ത് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലതായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മൈദ ഇട്ടാണ് ചെയ്യുന്നത്. ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരമെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാമേ. നന്നായിട്ടൊന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. നമുക്കിത് വെള്ളം തികഞ്ഞില്ലെങ്കിൽ നമുക്ക് കലക്കാൻ ആവശ്യമായ വെള്ളം തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കുറേശ്ശെ കലക്കിയെടുക്കാം. നമുക്ക് വിസ്ക് മാറ്റിയിട്ട് നമുക്കൊരു തവി വെച്ച് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടിയത്. കട്ടകളൊന്നും ഇരിക്കാൻ പാടില്ലല്ല, കുടച്ച് എല്ലാം എടുക്കണം. ഇപ്പോൾ സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്കൊക്കെ. കടയിൽ നിന്നുമൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ. നമ്മുടെ എല്ലാ വീടുകളിലും കാണും മിക്കവാറും മൈദയും മുട്ടയും ഈസ്റ്റും എല്ലാം ഇല്ലാത്ത വീടുകളില്ലല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് മക്കൾക്കൊന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാമേ. നമുക്കിതൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അടച്ചു വയ്ക്കാം. 1/2 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മാവെല്ലാം അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ ചൂടാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് കോരി ഒഴിക്കാം. നമുക്ക് എങ്ങനെയാണ് കോരി ഒഴിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് തവി വെച്ച് വേണമെങ്കിലും കോരി ഒഴിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു തവി ഇങ്ങനെ വെച്ചിട്ട് ആ തവിക്കകത്തോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ നല്ലതായിട്ട് ചൂടായതിന് ശേഷം തവിക്കകത്തോട്ട് ഒഴിക്കാം. ഇല്ല നമ്മളിങ്ങനെ മാമൂല് കോരി ഒഴിക്കുന്ന പോലെ കോരി ഒഴിക്കുകയും ചെയ്യാം. നമുക്ക് ഏത് രീതി വേണേലും ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് നമ്മൾ ആദ്യത്തെ 1-2 അങ്ങനെ ആകത്തേ ഉള്ളൂ. പിന്നെ ആ തവി ഒന്ന് മയങ്ങി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ചുട്ടെടുക്കാം.
അങ്ങനെ നമ്മുടെ അടിപൊളി ബൺ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. അടിപൊളിയായിട്ടുണ്ട്, നോക്കി സൂപ്പറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.